സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഒരു ഊള ആർട്ടിസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടൻ എഴുതുന്നത് പോലെ തന്നെ പാടുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ DNA ഉള്ള കാര്യമാണത്. ഞാനൊരു എഫേർട്ട് കൊടുത്തിട്ടില്ല, എന്റെ കഴിവല്ല, അത് ബ്ലഡിലുണ്ടായിരുന്നൊരു സാധനം. പിടിച്ചതല്ല പുലിവാലിട കാണ്ട മൃഗത്തിന്റെ തോലിട. പാട്ടിലൂടെ അല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും അതിന് കാശുണ്ടാക്കണം, അതല്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. മണിയാണ് എല്ലാത്തിനെയും റൂൾ ചെയ്യുന്നൊരു ലൈക്ക് ബേസിക്കലി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പാമ്പിനെ തിന്നണം മാറ്റി കഴിഞ്ഞാൽ അടുക്കാശം നോക്കി തിന്നണമെന്നല്ലേ, നമ്മളങ്ങനെ പണിയെടുക്കണ്ടേ. വേടൻ എന്ന് പറഞ്ഞൊരു പേര് തന്നെ ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്താലും വേർഡ് ഓഫ് ദ വേർഡ് ആൻഡ് വേർഡ് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ വേടൻ എന്നുള്ള പേര് തന്നെ ചൂസ് ചെയ്തത്? വേടൻ എന്നുള്ള പേര് ഒരു വിളിപ്പേരായിരുന്നു, കുറ്റം പേര് എന്നൊക്കെ പറയണ പേര്. അത് പിന്നെ ആർട്ടിസ്റ്റ് ആയപ്പോൾ അത് ആർട്ടിസ്റ്റ് നെയിമായിട്ട് തിരഞ്ഞെടുത്ത് അത്ര തന്നെ. എന്നെ ആ പേരിലാണ് എല്ലാവർക്കും അറിയാം, എൻ്റെ ശരിക്കുള്ള പേര് ആർക്കും അങ്ങനെ അറിയില്ല. അപ്പം വേടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണത്, അപ്പോൾ ആ പേര് തന്നെ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പാട്ട് എടുക്കുകയാണെങ്കിലും ആ പാട്ടിൽ നമ്മൾ വേടേണ്ടത് ശ്രദ്ധിക്കുന്നത് ലിറിക്സ് ആണ്. ലിറിക്സ് അത്രയധികം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയിരിക്കും, നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടുന്നുണ്ട്. ഇപ്പം ഓഡിയൻസിനാണെങ്കിലും അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റാപ്പ് സോങ്സിലേക്ക് അല്ലെങ്കിൽ സോങ്സിലേക്ക് പോകാം എന്നൊക്കെ വേടൻ ആലോചിച്ച് തുടങ്ങുന്നത്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അബദ്ധവശാൽ ഹിപ്പോപ്പിലേക്ക് വന്നു അത്ര തന്നെ. പിന്നെ എഴുത്ത് ചെറിയ വായനയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കണം. നല്ല എഴുത്തുകാരനൊന്നുമല്ല ഞാൻ. അല്ല ഭയങ്കര പാട്ടുകളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷാർപ്പ് വേർഡ്സ്, അതുപോലെ തന്നെ ഈ പ്രാസം ഒപ്പിച്ച് എഴുതാൻ ഭയങ്കര പാടാണ്, അത്രയധികം വേർഡ്സ് വേണം. അപ്പം ഏതൊക്കെ പുസ്തകങ്ങൾ എങ്ങനെയൊക്കെയാണ് വായനയിലേക്കൊക്കെ? വായന ഇങ്ങനെ റാൻഡമിലി കടന്നു, ഒരാൾ സഹായിച്ചിട്ട് വായനയിലേക്ക് കടന്നു. അങ്ങനെ വലിയ വായനക്കാരനൊന്നുമല്ലേ. ചെറിയ രീതിയിൽ വായിക്കും, അപ്പം അത് ചെറിയ രീതിയിൽ എഴുതാനൊക്കെ സഹായിക്കുന്നുണ്ട്. അല്ല അപ്പോൾ ഓരോ വേർഡ് എടുത്ത് എത്ര സമയം എടുക്കും ഒരു പാട്ടിന് ഒരു ജീവൻ കൊടുക്കാൻ? അല്ല അത്രയധികം നമ്മളെയൊക്കെ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ മൊമെൻറ്റിൽ അത്രയധികം എനർജി. അപ്പം ഇതിന് പിന്നിൽ എത്ര നേരം വേർഡിൻ്റെ ഒരു എഫേർട്ട് ഉണ്ട് ഓരോ പാട്ടും ഫോം ചെയ്ത് വരാൻ? ഞാൻ ഭയങ്കര സാവധാനത്തിലുള്ള എഴുത്തുകാരനാണ്. ഞാനൊരു 3-4 മാസമൊക്കെ എടുക്കും ഒരു പാട്ട് എഴുതാനൊക്കെ ആയിട്ട്. അങ്ങനെ പെട്ടെന്ന് എഴുതിയേക്കണ പാട്ടുകൾ ഭയങ്കര കുറവാണ്. കുതന്ത്രമൊക്കെ തന്നെയാണ് വേഗം എഴുതി തീർത്ത പാട്ടുകൾ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും സമയം എടുത്ത് എഴുതുന്നത്. പാട്ടിലൂടെ പറയാൻ ശ്രമിച്ചതൊക്കെ അനുഭവങ്ങളായിരുന്നോ? ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ. അതെങ്ങനെ ആ ഒരു അനുഭവം പാട്ടിലൂടെ തന്നെ പറയണം, അല്ലെങ്കിൽ പാട്ടൊരു ടൂളായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേടൻ ശ്രമിച്ചത്? മ്യൂസിക്കിന് അതിരുകളില്ലല്ലോ. മ്യൂസിക് എല്ലാവരും കേൾക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ ആർട്ടിലൂടെ നമുക്ക് പറയാനുള്ളത് പറയുക എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് നമുക്ക് മുന്നോടികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ. അവർ പോയ വഴി ഇവിടെ പോകണമെന്നുള്ളൂ. അതുപോലെ തന്നെ സൈനയ്ക്ക് വേണ്ടി തന്നെ ചെയ്തൊരു ട്രാക്കായിരുന്നു ഉറങ്ങട്ടെ, ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ അതിൽ റിപ്പീറ്റ് ആയിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ അങ്ങനെ പറയണുണ്ട്. അപ്പോൾ അതെന്താണ് വേടൻ അത് ഉദ്ദേശിച്ചത്? എന്ത് രീതിയിലാണ്? അത് എൻ്റെ ഉദ്ദേശമല്ല. അതിൽ മറ്റേ ലൈക്ക് ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതിലാണ് മെയിനായിട്ട്. എഴുതിയതിന് പിന്നിൽ അത് എന്തായിരുന്നു ഒരു തോട്ട്? അത് ഈ ക്രിയേഷൻ ഓഫ് ആദം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. സർവ്വലോകവും ഉണ്ടാക്കിയിട്ട് ഏറ്റവും അവസാന നാൾ വിശ്രമിക്കുന്നൊരു പരിപാടി. അതാണ് ഞാൻ ഇപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, സ്പേസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമുള്ള വിശ്രമമാണ് ആ പാട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. അതിൽ തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വരിയുണ്ട്. ഇനി ഞാൻ ആ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞതിനകത്ത് എൻ്റെ തണലിൽ 1000 കുരുവി പരുന്ത് മുട്ട വിരിഞ്ഞ് പറക്കട്ടെ. അപ്പം സ്വയം ഒരു വഴി വെട്ടിത്തെളിച്ച് വന്ന ഒരു ആർട്ടിസ്റ്റാണ് വേടൻ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം എന്നെ പോലൊക്കെ അല്ല ആരൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരു വഴി തെളിച്ച് വന്നെങ്കിൽ അതിനുശേഷം നമ്മുടെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിനുശേഷം വേടൻ തെളിച്ച ആ വഴി ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഓപ്പൺ ചെയ്തിടുന്നത്. ഓരോ പാട്ടിലും അത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സൊസൈറ്റിയെ മുഴുവൻ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഒരു ആളാവണമെന്ന് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴും? ഇല്ല, അങ്ങനെ ഇതിപ്പോൾ പറഞ്ഞ മാതിരി ഒരു നേതാവാവണം അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. നമ്മുടെ ആർട്ട് പരമാവധി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആൾക്കാരുടെ മുന്നിലേക്ക് പറഞ്ഞു പോകണം എന്നുള്ളതാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഒരു ഊള ആർട്ടിസ്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ പറയാണ്ട. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ പാട്ടിലൂടെ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് ആൾക്കാർ കണക്റ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ വേടൻ്റെ അടുത്ത്? അങ്ങനെ മനസ്സിൽ തട്ടിയ അല്ലെങ്കിൽ അത് ഇത്രയും എഫേർട്ട് ഇടുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്? കുറേ നടക്കാറൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം പറയാൻ? അല്ല, മനസ്സിൽ തട്ടിയത് ഇപ്പം ഇങ്ങനെ പാട്ടുകളൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഓഡിയൻസ് ആരെങ്കിലും മെസ്സേജ് വഴിയോ കോളിൽ വഴിയോ എനിക്കിങ്ങനെ മനസ്സിൽ തട്ടിയൊരു വയസ്സായിട്ടുള്ള അമ്മമാരുടെ മെസ്സേജുകൾ വരും. അതാണ് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ മെസ്സേജുകൾ വരാനാണ് ഭയങ്കര
നമ്മുടെ ആർട്ട് പണി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസർമാരും ഭയങ്കര വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കും, മോനെ എന്നൊക്കെ പറഞ്ഞിട്ട്, പാട്ട് കേട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര. ആ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ ട്രാക്ക് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം പോയി, അത് കണ്ട് കണ്ട് നെഞ്ചി കല്ലായിപ്പോയി, പഴയ കാലം പാഴ്ചൊല്ലായിപ്പോയി, എൻ്റെ വാനത്തിൽ താരങ്ങളെല്ലാം പോയി, എൻ്റെ മുറ്റത്തെ കിണറ്റിൽ നഞ്ചായിപ്പോയി, ഞാൻ മുത്തമിട്ട ആള് മണ്ണായിപ്പോയി, ആ മണ്ണിൽ വീണ ഞാൻ വിത്തായിപ്പോയി, ഉയിരൊഴികെ മിച്ചമെല്ലാം പോയി, പക്ഷെ ഉயிருണ്ടല്ലോ ഉയിര്, അത് കുഴിയിൽ വീണവന് കയറ്, ഉടലുണ്ടല്ലോ ഉടല്, നല്ല നാവികൻ ജനിക്കും കടല്. അത് ആ ഓരോ വരിയിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ വേടൻ എഴുതുന്നത് പോലെ തന്നെ പാടുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ? കാരണം ഇപ്പോൾ എഴുതിയാൽ പോലും പ്രാസൊപ്പിച്ച് പാടുക എന്ന് പറയുന്നത് ഇത്തിരി ഡിഫിക്കൽട്ട്. ഇപ്പം വേടൻ്റെ പാട്ടുകളൊക്കെയാണല്ലോ ഞാൻ കേട്ടിട്ട് പാടാൻ ശ്രമിക്കും, പക്ഷെ എനിക്കൊന്നും പറ്റാറില്ല. അപ്പോൾ അത് രണ്ടും കൂടെ എങ്ങനെ സിമ്പിൾ ആണെന്നോ? അല്ല, അതറിയാം, DNA ഉള്ള കാര്യമാണത്. ഞാനൊരു എഫേർട്ട് കൊടുത്തിട്ടുള്ളത്, എൻ്റെ കഴിവല്ല, അത് ബ്ലഡിലുണ്ടായിരുന്നൊരു സാധനം. അത് വളരെ ആ ഒരു പ്രാസൊപ്പിച്ച് പാടുന്നതും വളരെ മനോഹരമായിട്ടാണ്. എനർജി അതിനെനിക്ക് ക്രെഡിറ്റ് തരരുത്. പാട്ടന്മാര് തന്നത്. അതുപോലെ തന്നെ അറിവൊരു ഇന്റർവ്യൂ പറഞ്ഞു, അത് ശ്രദ്ധിച്ചിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു, എടുത്തു പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിന്റെ പേരിൽ വേടന്റെ പേര് പറഞ്ഞു. അപ്പോൾ വേടൻ മണ്ണിന് പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ മണ്ണിന്റെ ചേർത്ത് പിടിക്കുന്നതും പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കുന്നതൊക്കെ. അപ്പം ആ ഒരു കാര്യങ്ങൾ വേടൻ എങ്ങനെ നോക്കി കാണുന്നു? എനിക്ക് പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്, പുള്ളിക്കാരനെ നമ്മൾ അഡ്മയർ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. അപ്പോൾ ഈ പരിസ്ഥിതിയൊക്കെ ചേർത്ത് പിടിക്കുന്നതിനെ പറ്റി, പരിസ്ഥിതി സംരക്ഷണവും അങ്ങനെയല്ല പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അവന് ഈ മണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, ഈ മണ്ണിൻ്റെ ജനങ്ങളെ ഇഷ്ടമാണെന്നാണ്. ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ആയിരിക്കണമല്ലോ, അവൻ്റെ മണ്ണിലെ ജനങ്ങളെ സ്നേഹിക്കുന്നവനായിരിക്കണം. പുള്ളിക്കാരന് മനസ്സിലാക്കി പറ്റിയത് സന്തോഷം. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കുകൾ ഇപ്പം വളരെ കുറച്ചും കൂടിയൊക്കെ പോപ്പുലറായി വരുന്ന ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ, അതൊരു കൊമേഴ്ഷ്യൽ ഫിലിമിൻ്റെ പാർട്ടായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും കൂടി വന്നു കഴിഞ്ഞാൽ ആ ഒരു കോംബോ വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഏത് മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്ന എടുത്താലും അതിലൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആദ്യം തന്നെ വരുന്നു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ആണൊരു കൊമേഴ്ഷ്യൽ പടമായിരുന്നു, അത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു സോങ് ഹിറ്റായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഇതിനെ എങ്ങനെ വേടൻ നോക്കി കാണുന്നത്? അതായത് ഇപ്പം ഇൻഡസ്ട്രി ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? അത് ഒരു ആർട്ടിസ്റ്റിനെ, ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിന്നാണ്. പക്ഷെ ഒരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇൻഡിപെൻഡന്റ് ആർട്ട് ആ ഒരു മേഖല വലിയ രീതിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ എന്താണ് പറയുക, ഈ ഫെയിം എന്ന് പറയുന്ന പരിപാടിയൊക്കെ കിട്ടുന്നത് നമുക്ക് സിനിമയാണ് ഏറ്റവും വലിയ ബിസിനസ് മേഖല. അതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളൂ. പിന്നെ നല്ലത് തന്നെ, സിനിമ വലിയ ഒരു ക്യാൻവാസ് തരും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക്. അപ്പോൾ അത് നല്ലതാണ്. ഒരു പരിധി വിട്ട് ഒരു പരിധിയിൽ സിനിമകൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്ക്. പിന്നെ കൂടുതലും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ സ്വന്തം വർക്കിൽ ഫോക്കസ് ചെയ്ത് പണിയെടുക്കും. ആ കൾച്ചർ ആണല്ലോ വരേണ്ടത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇവിടെ വളരണം ഭയങ്കരമായിട്ട്. അതിന് നമ്മൾ പണിയെടുക്കണം. സിനിമ അതിനെ കുറെ സഹായിക്കുന്നുണ്ട് തീർച്ചയായും. അതെ, ഇപ്പം മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു പാട്ട്, കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, ആ പാട്ടിന് ശേഷം വേടന് കിട്ടിയ ഒരു എങ്ങനെയായിരുന്നു അതിന് ശേഷം, ആ മൂവിക്ക് ശേഷം ഉണ്ടായിരുന്ന ആ പാട്ട് എനിക്ക് എന്താ തന്നെയാണെന്ന് അറിയോ? അങ്ങനെയാണോ? അതായത് പാട്ടിന് ശേഷം ഫാൻ ബേസ് പിന്നെയും കൂടി, ഒരു ഫിലിമിന്റെ പാർട്ടും കൂടെ ആയതിനു ശേഷം. അത് തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രി തരുന്ന ഒരു ഫെയിമാണ്. നല്ലത് തന്നെ. എങ്ങനെയാണ് ഇത്ര എനർജറ്റിക് ആയിട്ട് ഓഡിയൻസിനെ ത്രൂ ഔട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ പാടുന്നത്? ഇപ്പൊ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ ആണോ? ആ എനർജി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഞാൻ വിചാരിച്ചു ഞാൻ ഒരു ബോറം പെർഫോമറാണ്. പിള്ളേരൊക്കെ പെർഫോം ചെയ്യണത് ഭയങ്കര. ഞാൻ ഡാൻസ് ആണെങ്കിലും നമ്മളെ ഡാൻസ് കളിക്കുക മൂവ്മെന്റ്സ് ഒക്കെ ആണല്ലേ, ഫ്ലോർ കയറിയതൊന്നും അറിയില്ല എന്റെ പൊന്നി ചേച്ചി. അല്ല, അതെങ്ങനെയാണ് എനർജി മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ആ പാട്ടിനൊക്കെ ആ ഒരു എനർജിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഫ്ലോർ കയറുമ്പോൾ വേട്ടക്കരിമം കയറും നമ്മുടെ മേത്ത്. നമുക്ക് വേണ്ടിയിട്ട് ആ കുതന്ത്ര തന്ത്രം ഒന്ന് അതേ എനർജിയോടെ ഒന്ന് പാടിയാലോ? പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളടാ, പകല് പറന്നങ്ങ് പോയടാ, ഇരവ് നമുക്കുള്ളതാണടാ, പദവി പണമൊന്നും വേണ്ടടാ, ഇത് ഉരുക്ക് ഗുണമുള്ള തോളിടാ. വളരെ രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒച്ച എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ഇപ്പം ഇനി അടുത്ത 2ാം എഡിഷനും വരുന്നു. അപ്പോൾ ഫസ്റ്റ് എഡിഷനിൽ ഓൾറെഡി വേടൻ ഒരു പാർട്ടായിരുന്നു. അന്നും അത് വളരെ ഗംഭീരമായിട്ട് നടന്നു. അതിനേക്കാളും ഗംഭീരമായിട്ടാണ് ഇപ്പം ഒച്ച 2nd എഡിഷൻ വരുന്നത്. അതിൻ്റെ ഒരു സാന്നിധ്യം കൂടിയാണ് വേടൻ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിനെ എങ്ങനെ കാണുന്നില്ല? എങ്ങനെയാണ് ഒച്ച? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡിപെൻഡന്റ് ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവലാണ്.
ഇപ്പോൾ രണ്ടാമത്തെ പരിപാടിയാണ് നടക്കാൻ പോണത്. ഫസ്റ്റ് പരിപാടി ഭീകരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഹിപ്പ് ഹോപ്പ് ഫെസ്റ്റിവൽ ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര ആ ഒരു ഫ്ലോറിന് വേണ്ടി കാത്തിരിക്കുന്നതാണ്. കാരണം പക്ക ഹിപ്പ് ഹോപ്പ് ക്രൗഡ് വരുന്ന ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് വരുന്ന ഒരു പരിപാടിയായിരിക്കും അത്. നമ്മളെ കാണാൻ വേണ്ടി ഇവർ ടിക്കറ്റ് എടുത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് വൈബ് തന്നെ വേറെ ആയിരിക്കും. ഷോക്ക് കാണാം എന്താ നടക്കാൻ പോണേ. അതെ, ഇത്തവണത്തെ ഒച്ചയ്ക്ക് ഇത്തവണത്തെ ഒച്ച ലൈക്ക് ഇത്തവണത്തെ ഒച്ചയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വരുന്നതാണ് ഒരു പ്രതീക്ഷ. അതെ, ഇത്തവണ കുറച്ചും കൂടി ക്രൗഡ്. അപ്പം ഈ സ്റ്റേജിലൊക്കെ കയറി ക്രൗഡിനെ കാണുമ്പം പെട്ടെന്ന് എനർജി കൂടുമോ, അതോ എങ്ങനെയാണ്? ഫ്ലോറിൽ കയറി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു എനർജി വരും. ആ ഒരു എനർജി വരുന്നത് പണിയെടുക്കുന്ന സ്ഥലമല്ലേ. കൂടുതൽ എന്റർടൈൻ ചെയ്തവരെ. പിന്നെ നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ നേരിട്ട് കാണാൻ പറ്റുന്ന, അവര് ഇതുവരെ കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നേരിട്ട് കാണുക എന്ന് പറഞ്ഞ പരിപാടി. അപ്പൊ അതിനകത്തൊരു ഫാൻ ആർട്ടിസ്റ്റ് തമ്മിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു പരിപാടി കൂടിയൊക്കെ ഉണ്ട്. ഫ്ലോറിൽ നിൽക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര രസമാണ്. അതെ.